എൻ്റെ മക്കളുടെ കലാവികൃതിയാണിത്. 10 കൊല്ലത്തോളമായിട്ടുള്ള ശേഖരണമാണിത്. ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അതിൽ പറയുന്നത് പോലെ ഇത് വർക്കാവുമെന്ന്. ശരി. ഈ കവറിനകത്ത് 3-4 പീസസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പീസ് ഞാൻ എടുത്തിട്ട് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കി പ്രസ് ചെയ്ത് എക്സ്ട്രാ വെള്ളം കളഞ്ഞിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. റീയൂസ് ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. അതെന്തായാലും ഞാൻ ചെയ്തില്ല. കാരണം എൻ്റെ ഈ ക്ലീനിങ് പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കാറ്റ് പോയി. ഞാനത് കളയാണ് ഉണ്ടായത്. പക്ഷേ ഇടയ്ക്ക് ഞാൻ വീണ്ടും വെള്ളത്തിലൊന്ന് മുക്കിയെടുത്ത് പ്രസ് ചെയ്തായിരുന്നു. അപ്പോൾ എന്റെ കൈ അടിക്കാൻ തുടങ്ങി. 1.5 മണിക്കൂറായിട്ട് ഞാനൊന്ന് ക്ലീൻ ചെയ്തതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിലെല്ലാം ഒന്നും പോയിട്ടില്ല. പെൻസില്, ക്രയോൺ ഇത് ഈസി ആയിട്ട് പോകും. ക്രയോണും ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ പെട്ടെന്ന് പോകും. പെൻസിലും അതെ ഫ്രഷ് ആയിട്ട് വരുന്നതാണെങ്കിൽ പെട്ടെന്ന് പോകും. കുറേ നാൾ ഉള്ളതാണെങ്കിൽ കുറച്ച് നേരം നിന്ന് വരയ്ക്കുമ്പോഴത്തേക്കും ഇളകി വരുന്നുണ്ട്. പെൻസിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് പോകുന്നത്. ഇതിൽ പോവാത്തത് സ്കെച്ച് പെന്റെ മാർക്കുകൾ, പിന്നെ ഓയിൽ പെയിന്റ്, പിന്നെ ഡോട്ട് പെൻ അനങ്ങുന്നേ ഇല്ല. ഓക്കെ, നിങ്ങളിപ്പോൾ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഫ്രഷ് ആയിട്ട്, അതായത് ഇന്ന് വരച്ച് ഇന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ അത് ഈസി ആയിട്ട് ഇളകി വരുന്നത്. ഒരു സ്വൈപ്പിന് തന്നെ അത് ഇളകി വരുന്നത്. അതേസമയം ദിവസങ്ങൾ കഴിയും തോറും ഇളകി വരാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഫൈനൽ റിസൾട്ട്. ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചറും ഞാൻ കൊടുത്തിട്ടുണ്ട്.